ഹലോ പോസിറ്റീവ് സോൾസ്, വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ഡയറക്ട്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ലൈഫിൽ ഈ വരുന്ന 7 ഡേയ്സിനുള്ളിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഈ വരുന്ന 7 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന സർപ്രൈസ് എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഈ ഒരു പിക്ചറാണ് ചൂസ് ചെയ്യുന്നത്, എനൂസാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ പൈൽ നമ്പർ 1. അതേപോലെ തന്നെ അൻസൂസ് ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ പൈൽ നമ്പർ 2. അതേപോലെ ലാസ്റ്റ് വന്നിട്ട് നൗത്തസ് ആണെങ്കിൽ പൈൽ നമ്പർ 3. ഇതിലേതാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് അതാണ് നിങ്ങളുടെ റീഡിങ്. ഓക്കെ, ഇനി നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. പൈൽ നമ്പർ 1 ഇൻസൂസ് ആണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളത് എങ്കിൽ ഈ വരുന്ന 7 ഡേയ്സിനുള്ളിൽ നിങ്ങളെ കാത്തിരിക്കുന്ന സർപ്രൈസ് എന്താണ്, നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന സർപ്രൈസ് ഈ 7 ദിവസത്തിൽ എന്താണ് എന്ന് നമുക്ക് നോക്കാം. പൈൽ നമ്പർ 1. So let's start pile number 1. Pile number 1. So Page of Cups, 8 of Wands, Wheel of Fortune, Death card, 7 of Pentacles and last card വന്നിട്ട് 7 of Wands എനർജിയാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചില റിസ്ക് എടുക്കാൻ പറ്റിയ സമയമാണ്. ഇപ്പോൾ റിസ്ക് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ഭുതകരമായ വിധത്തിൽ ഒരു പോസിറ്റിവിറ്റിയാണ്, വളരെ നല്ലൊരു എനർജിയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ റിസ്ക് എടുത്തു കഴിഞ്ഞാൽ വിജയ സാധ്യതകളുള്ള സമയമാണ് ഇത്. ഇപ്പോൾ നിങ്ങൾ റിസ്കി ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതും മറ്റുമൊക്കെ ശ്രമിച്ചാൽ അത് പല ഇൻവെസ്റ്റ്മെൻറ്റിലും നിങ്ങൾ, അതായത് ഈ 7 ദിവസത്തിനുള്ളിൽ അറിയാൻ പറ്റുന്ന കാര്യങ്ങളിലൊക്കെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഷെയർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് ഉയരത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം കാണാനായിട്ട് കഴിയുന്നുണ്ടാവും. അതേപോലെ തന്നെ വളരെ ക്രിയേറ്റീവായിട്ടുള്ള ഒരു കാര്യത്തിൽ സക്സസ് കാണിക്കുന്നുണ്ട്. ചില ആളുകൾ പ്രത്യേകിച്ച് യൂട്യൂബ് ചാനലോ മറ്റു തരത്തിൽ എന്തെങ്കിലും ഇൻസ്റ്റാഗ്രാം അതുപോലെ എന്തെങ്കിലും അങ്ങനെയുള്ളൊരു കാര്യങ്ങളിൽ തുടങ്ങുന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഈ ഒരു സമയത്ത് വളരെ പോസിറ്റിവിറ്റി നിങ്ങളിലേക്ക് കൊണ്ടുവരുന്ന ഒരു സമയം കൂടിയിട്ടാണ്. വളരെ സർപ്രൈസിങ് ആയിട്ടുള്ള പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ്. ചില കാര്യങ്ങളുടെ ഔട്ട്കം, നിങ്ങളുടെ റിസൾട്ട് കാത്തിരിക്കുന്നു. ഈ 7 ദിവസത്തിനുള്ളിൽ നിങ്ങൾ റിസൾട്ട് കാത്തിരിക്കുന്നു എങ്കിൽ അത് വളരെയധികം ഉയർന്ന സാധ്യതയുള്ള സമയമാണ്. ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാതെ, അതായത് നിങ്ങൾ മനസ്സിൽ ഒട്ടും വിചാരിക്കാത്ത രീതിയിലൊക്കെയുള്ള സർപ്രൈസിങ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും സംഭവിക്കുന്നത്. അതേപോലെ തന്നെ വളരെ നിങ്ങൾ ഏതൊരു കാര്യത്തെ ഒരു പുതിയ തുടക്കം നിങ്ങൾ എന്തെങ്കിലും ജീവിതത്തിൽ സംഭവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ജീവിതത്തിൽ സംഭവിക്കുന്നത്. അതുകൊണ്ട് ചാൻസ് എടുക്കാം, ടേക്ക് എ ചാൻസ്, റിസ്ക് എടുക്കാൻ പറ്റിയൊരു സമയമാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ചില കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടാവും, പക്ഷെ റിസ്ക് എടുക്കാനുള്ള ഭയം കൊണ്ട് ചെയ്യാതിരിക്കുന്നുണ്ടാവും. എന്തെങ്കിലും പുതിയ ബിസിനസ് സംരംഭമായിരിക്കും, വളരെ ഫണ്ണായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളായിരിക്കാം. അത് പിന്നീട് ഫ്യൂച്ചറിലേക്ക് വളരെ പോസിറ്റീവായിട്ട് കൊണ്ടുവരുന്നുണ്ട്. അതായത് 8 of Wands എനർജി ആൻഡ് ഡെത്ത് കാർഡാണ്. നിങ്ങളുടെ പേഴ്സണൽ സ്ട്രെങ്ത് വളരെയധികം മികച്ചതായിരിക്കും. അതുകൊണ്ട് പല കാര്യങ്ങളും നിങ്ങൾ വളരെയധികം നിങ്ങൾ ആഗ്രഹിച്ച പോലെ കാര്യങ്ങൾ മുന്നോട്ടേക്ക് വരുന്നു എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ വിശ്വാസം 10 മടങ്ങ് വർദ്ധിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തന്നെ സ്വയം ഒരു വിശ്വാസം, നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവില്ല നിങ്ങൾ ഇങ്ങനെ മുന്നോട്ടേക്ക് പോകും എന്നുള്ളത്. ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ മേലധികാരികളോട് സംസാരിക്കാൻ ചിലപ്പോൾ വളരെയധികം ഭയക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. അപ്പോൾ അല്ലെങ്കിൽ സംസാരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? ഇപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ എന്തെങ്കിലും പ്രൊമോഷനെ കുറിച്ച് സംസാരിക്കാം, അല്ലെങ്കിൽ ട്രാൻസ്ഫർ അതുമല്ല ഒരു ലീവിന് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ട് എങ്കിൽ, അതായത് ഒരു 2 ആഴ്ചത്തേക്കോ അല്ലെങ്കിൽ കുറച്ചധികം ലോങ് ലീവിന് അപ്ലൈ ചെയ്യുന്നവരൊക്കെ ആ ഒരു ഭയം ഉള്ളിലുണ്ടെങ്കിൽ വളരെ അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾ പറയുന്ന ആ ഒരു 7 ഡേയ്സിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ റെഡി ആവുന്നുണ്ട്. അതേപോലെ തന്നെ വീൽ ഓഫ് ഫോർച്യൂൺ ആൻഡ് 7 of Pentacles എനർജി സിറ്റുവേഷൻസ് ഉണ്ട്. വളരെ ക്രിയേറ്റീവ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വരുന്നുണ്ട്, അവസരങ്ങൾ വരുന്നുണ്ട്. സിനിമ സീരിയൽ മേഖലകളിലേക്ക് അവസരങ്ങൾക്ക് ശ്രമിക്കുന്നവർക്ക് നിങ്ങളെ മുൻനിരയിൽ നിന്ന് യു ആർ പുട്ടിങ് യുവർ സെൽഫ് ഫസ്റ്റ്. പലപ്പോഴും ചില ആളുകൾ
നമ്മളെ അല്ലെങ്കിൽ കൊച്ചിലെ പറഞ്ഞു പഠിപ്പിക്കുന്ന ഒരു കാര്യമായിരിക്കും. അതായത് മറ്റുള്ളവരാണ്, അതായത് നമ്മളെപ്പോഴും വിനയം കാത്തു സൂക്ഷിക്കണം എന്ന് പറയുമ്പോൾ, വിനയം എന്ന് ഉദ്ദേശിച്ചാൽ നമ്മൾ പ്രൊമോട്ട് ചെയ്യരുത് എന്നുള്ള രീതിയിലേക്കാണ് വിനയത്തിൻ്റെ, അതായത് വിനയം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് ഉറപ്പിച്ച് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പിച്ച് പറയാനുള്ളൊരു ധൈര്യം നിങ്ങൾക്ക്, അല്ലെങ്കിൽ അത് പൊങ്ങച്ചമായി പോകും. അങ്ങനെ എന്താണ് പൊങ്ങച്ചം, എന്താണ് നിങ്ങളുടെ കഴിവുകളെ കുറിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ അച്ചീവ്മെൻറ്റിനെ കുറിച്ച് പറയുന്നത് ഒരു ധാർഷ്ട്യം എന്താണ്, അഹങ്കാരം എന്താണ്, ആത്മവിശ്വാസം എന്താണ്? ആത്മവിശ്വാസവും അഹങ്കാരവും അല്ലെങ്കിൽ അഭിമാനവും അഹങ്കാരവും തമ്മിലുള്ള വ്യത്യാസമൊക്കെ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുന്ന സമയമാവാം. പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ വളരെ ആത്മവിശ്വാസമുള്ളൊരു വ്യക്തിയാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സംസാരിക്കുന്നു, ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഈ കാര്യത്തിൽ ഞാൻ വളരെയധികം പോസിറ്റീവാണ്, അല്ലെങ്കിൽ ഈ കാര്യത്തിൽ എനിക്ക് വളരെയധികം വലിയ കഴിവുള്ളൊരു വ്യക്തിയാണ്, ഇതൊക്കെയാണ് എൻ്റെ കഴിവുകൾ എന്ന് പറയുമ്പോൾ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന രീതി, സംസാരിക്കുന്ന രീതി, അതൊക്കെ മറ്റുള്ളവരെ കൺവിൻസ് ചെയ്യുന്ന തരത്തിലാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട് ആ ഒരു എനർജി. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങളുടെ പേജ് ഓഫ് കപ്സ് എനർജി ആൻഡ് 7 ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. ചില കാര്യങ്ങൾ നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന ചില കാര്യങ്ങളായിരിക്കാം, ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിലോ മറ്റു കാര്യങ്ങളിലോ ഇൻസ്റ്റാഗ്രാമിലോ എവിടെയൊക്കെ നിങ്ങൾ എന്തോ പോസ്റ്റ് ഇടുന്നുണ്ട്, ആ ഒരു പോസ്റ്റ് വളരെ ശ്രദ്ധേയമാകുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും വീഡിയോസ് ചെയ്യുന്നതായിരിക്കാം. ഇതൊക്കെ വളരെയധികം മറ്റുള്ളവരാൽ അറിയപ്പെടുന്നൊരു വൈറലാവുന്നു എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ, ആ ഒരു രീതിയിലേക്ക് പോയേക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ പോസ്റ്റ് നിങ്ങൾ വെറുതെ ഇടുന്നതായിരിക്കാം, അത് വളരെ ശ്രദ്ധയാർജിക്കുന്ന രീതിയിലേക്ക് പോകുന്നുണ്ട്. ബിഗ് പ്രൊജക്ട്സ് നിങ്ങൾ ചെയ്യുന്നുണ്ട്, നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത കാര്യമായിരിക്കും. ചിലപ്പോൾ ജോലിയിലൊക്കെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിങ്ങൾ അത്രയും എക്സൈറ്റഡ് ഒന്നും ആയിരിക്കില്ല. അപ്പോൾ ശമ്പളം ലഭിക്കുന്നു, ജോലി ചെയ്യുന്നു എന്നുള്ളൊരു സിറ്റുവേഷൻ ആയിരിക്കാം. അപ്പോൾ ജോലിയിൽ വളരെ എക്സൈറ്റഡ് ആയിട്ടൊരു പുതിയ പ്രൊജക്റ്റ് വരുന്നുണ്ട്, ആ പ്രൊജക്റ്റ് നിങ്ങൾക്ക് തരുന്നുണ്ട്, നിങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ്. കാരണം 8 ഓഫ് ഫോൺസ് ആൻഡ് 7 ഓഫ് ഫോൺസ് എനർജി കണക്ഷൻസ് ആണ്. നിങ്ങൾക്ക് പൊതുവേ അങ്ങനെ ഒരു സപ്പോർട്ടൊന്നും നിങ്ങളുടെ മേലധികാരികൾ തന്നിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഇത് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷനാണ്. നിങ്ങൾ വളരെ ഒത്തൻറ്റിക് ആയിട്ട് കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട്, വളരെ ഒറിജിനൽ ഐഡിയാസാണ് നിങ്ങളുടേത്, അല്ലെങ്കിൽ നിങ്ങൾ വ്യക്തമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു, ഡീറ്റെയിൽ ഓറിയൻറ്റഡ് ആയിട്ട് ചെയ്യുന്നു എന്നൊക്കെ അവർ മനസ്സിലാക്കി തുടങ്ങുന്ന ഒരു സമയമാണ് എന്നുള്ളത്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ബോസ് കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കില്ല, കാര്യങ്ങൾ വളച്ചൊടിക്കുന്നതായിരിക്കാം. അപ്പോൾ നിങ്ങളുടെ മേലധികാരികളുടെയും മുകളിലുള്ള ആളുകൾ അവർ ഡയറക്റ്റ്ലി അവരുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് കിട്ടുകയാണ്. ചില സിറ്റുവേഷൻസ് തിരിച്ചു പറിച്ചു വരുന്നു, അപ്പോൾ നിങ്ങളുടെ ബോസ് ഇല്ലാത്ത സിറ്റുവേഷനിൽ നിങ്ങൾക്കൊരു അവസരം കിട്ടുന്നു. അങ്ങനെ പല കാര്യങ്ങളും, പുതിയ പ്രോജക്ട്സ് നിങ്ങളിലേക്ക് എത്തുന്നു. ചില ആളുകളുടെ ഈവൻ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ വരാം. അതേപോലെ തന്നെ ചില കാര്യങ്ങൾ കുറച്ച് ശ്രമിച്ചിട്ട് നടക്കുന്നില്ല എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ചിട്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ചില 8 ഓഫ് ഫോൺസ് ആൻഡ് 7 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. പെട്ടെന്നുള്ളൊരു ഉയർച്ചയാണ്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവിൽ തന്നെ മാറ്റങ്ങൾ വരുന്നുണ്ട്. പ്രത്യേകതരം മെസ്സേജസ് ഒക്കെ നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ ഇവിടെ സൂചിപ്പിക്കുന്ന ചില ആളുകൾ മറ്റാർക്കും അയച്ച മെസ്സേജ് നിങ്ങളിലേക്ക് വരാം. അത് ചിലപ്പോൾ ഒരു ജോലി സംബന്ധമായിട്ടോ മറ്റെന്തെങ്കിലും ആയിരിക്കാം. അപ്പോൾ അത് നിങ്ങളിലേക്ക് എത്തുന്നത് വഴി ഇങ്ങനെ ഒരു അവസരമുണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കമ്പനി ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനത്തെ സാധ്യതകളുണ്ട് എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്നു. അതൊരു എന്താണ്, മറ്റുള്ളവരെ നിങ്ങളിലേക്ക് അല്ലാതെ മറ്റാർക്കോ അയച്ചത് നിങ്ങളിലേക്ക് എത്തുന്നു. ശരിക്കും അതൊക്കെ ആ ഒരു പ്രപഞ്ചശക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലാണ് നിങ്ങളെ അറിയിക്കുക ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ട് എന്നുള്ളത്. ഇങ്ങനെയൊക്കെ സിറ്റുവേഷൻസ് ചിലപ്പോൾ ചില അബദ്ധങ്ങൾ സംഭവിക്കുന്നത്, നമ്മൾ പോലെ ചില മിസ് കോൾസ് ഒക്കെ സംഭവിക്കുന്നത് നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ്. കാരണം അത് നിങ്ങൾക്ക് അനിവാര്യമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അത് ആ ഒരു പ്രപഞ്ചശക്തി നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. പലപ്പോഴും ഒന്നും ഒരു കോയിൻസിഡൻസ് അല്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. കോയിൻസിഡൻസ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നതാവാം, പക്ഷേ അത് നിങ്ങളിലേക്ക് എത്തേണ്ടതായതുകൊണ്ടാണ് നിങ്ങളിലേക്ക് എത്തുന്നത്. ദർ ഇസ് എ പ്രോമിസ്, ഒരു ഫുൾഫിൽമെൻ്റ് ഉണ്ട്, ഒരു പ്രോമിസ് സൂചിപ്പിക്കുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിച്ച ചില കാര്യങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളത്. ഓക്കെ, അതേപോലെ തന്നെ ചില കാര്യങ്ങൾ നമ്മളുടെ ലൈഫിൽ വളരെയധികം എനർജറ്റിക് ആയിട്ട്, വളരെ എന്തൂസിയാസ്റ്റിക് ആയിട്ട്, പോസിറ്റീവായിട്ട് നിങ്ങൾ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഈ ഒരു സമയത്ത് കാണുന്നുണ്ട്.
ഗ്രേറ്റ് ഹാപ്പിനെസ്, ഗുഡ് ന്യൂസ് കാണിക്കുന്നുണ്ട്. ഗുഡ് ന്യൂസ് റിലേറ്റഡ് ടു മണി, പോസിറ്റിവിറ്റി, അതേപോലെ ഗുഡ് ന്യൂസ് റിലേറ്റഡ് ടു നിങ്ങളുടെ പേഴ്സണൽ ലൈഫുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് സിറ്റുവേഷൻ, സെലിബ്രേഷൻസ് കാണിക്കുന്നുണ്ട്, സക്സസ് കാണിക്കുന്നുണ്ട്, പുതിയൊരു ഹോപ്പ് നിങ്ങളെ തേടി വരുന്ന ഒരു സിറ്റുവേഷനാണ്. ബിൽഡിങ്സ് കാണിക്കുന്നുണ്ട്, ഒരു കൺസ്ട്രക്ഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ആ ഫീൽഡിലുള്ളവരെ, എഞ്ചിനീയറിംഗ് ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഫീൽഡിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം വർക്ക് ചെയ്യുന്നത്, നിങ്ങളുടെ വർക്കുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഗുഡ് ന്യൂസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഫീൽഡിൽ നിങ്ങൾക്കുണ്ടാകുന്ന ഉയർച്ചയെക്കുറിച്ചിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് പൈൽ നമ്പർ 1 സംബന്ധിച്ച് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി നമ്മൾ പൈൽ നമ്പർ 3ലേക്ക് കടക്കാം. പൈൽ നമ്പർ 2. പൈൽ നമ്പർ 2ലേക്ക് കടക്കാം. പൈൽ നമ്പർ 2. നിങ്ങൾ അൻസൂസ് ആണ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്കുള്ള മെസ്സേജ് എന്താണെന്ന് നമുക്ക് നോക്കാം. പൈൽ നമ്പർ 2, ഈ വരുന്ന 7 ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന സർപ്രൈസ് എന്താണ്? ഈ 7 ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ ലൈഫിൽ വരുന്ന സർപ്രൈസ് എന്താണ്? പൈൽ നമ്പർ 2 എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വന്നിട്ട് 2 ഓഫ് സോർഡ്സ് എനർജി, ക്യൂൻ ഓഫ് വോൺസ് എനർജി, King of Pentacles, Knight of Pentacles, Judgment, and Temperance energy. Pile number 2. First card വന്നിട്ട് 2 of Swords and Judgment energy ആണ്. ഇത് വളരെ ഒരു പേഴ്സണൽ റിവെഞ്ച് അല്ലെങ്കിൽ വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു മെസ്സേജാണ്. കാരണം ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എതിരായിട്ട് എന്തൊക്കെയോ ചെയ്തിട്ടുള്ള വ്യക്തികൾ, അവർക്ക് അതിൻ്റെ പ്രതിഫലം കിട്ടുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയാം. കാരണം നമ്മൾ പലപ്പോഴും അതൊരു നിങ്ങളായിട്ട് റിവെഞ്ച്, അതായത് പലരും ചില ആളുകൾ ചിലവരോട് വളരെ അതിക്രൂരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാകും. നിങ്ങളെ വളരെ വിഷമിപ്പിക്കുന്ന രീതിയിൽ ചതിക്കുകയോ വഞ്ചിക്കുകയോ സാമ്പത്തികമായിട്ടോ അല്ലാതെയൊക്കെ ചെയ്തിട്ടുണ്ടാവാം. അങ്ങനെയുള്ള ചില വ്യക്തികൾ അവരുടെ ലൈഫിൽ അവരുടെ കർമ്മ ലഭിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനാണ്. ഈ ഒരു വരുന്ന 7 ഡേയ്സിൽ നിങ്ങൾ തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനെ ഒരു കർമ്മ ഒരു വ്യക്തിക്ക് ലഭിക്കുമെന്നുള്ളത്. പക്ഷേ അവരുടെ കർമ്മഫലം ലഭിക്കുന്നത് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് കാണാൻ പറ്റുന്നു എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ഈ വരുന്ന 7 ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ഈ ഒരു അതായത് ഇതുവരെ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നു അല്ലെങ്കിൽ ആ ഒരു പ്രപഞ്ചശക്തിയിൽ വിശ്വസിച്ചിരുന്നെങ്കിൽ കൂടി അതിലൊരു ചാഞ്ചാട്ടം സംഭവിച്ചിട്ടുണ്ടാവും. കാരണം നിങ്ങളെല്ലാം നല്ലത് ചെയ്യുന്നു, പക്ഷെ നിങ്ങൾക്ക് എതിരായിട്ട് ദ്രോഹം ചെയ്യുന്നവർ ഉയരത്തിലേക്ക് പോകുന്നു. നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, ദുഷ്ടനെ പന പോലെ വളർത്തുമെന്നുള്ളത്. അതാണ് നിങ്ങൾ കാണുന്നത്. പക്ഷേ നിങ്ങൾക്കൊന്നും നല്ലത് സംഭവിക്കുന്നില്ല. അവരുടെ ലൈഫിലാണെങ്കിൽ ഒത്തിരി നല്ല കാര്യങ്ങൾ എന്നൊക്കെ ഒരു സങ്കടം നിങ്ങൾക്കുണ്ടായേക്കാം. നിങ്ങൾ അതിന് പ്രതികാരം ചെയ്യാനോ മറ്റോ പോയിട്ടുണ്ടാവില്ല. പക്ഷേ ഇതൊരു കർമ്മത്തിൻ്റെ സമയമാണ്. നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ദൈവമുണ്ട് എന്ന് പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കി തരുന്ന നിമിഷങ്ങൾ ഈ 7 ഡേയ്സിൽ നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട് എന്നുള്ളതാണ്. അതേപോലെ തന്നെ ക്യൂൻ ഓഫ് വോൺസ് ആൻഡ് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. ഇവിടെ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സിറ്റുവേഷൻ. നിങ്ങൾ കുറച്ചധികം നാളുകളായിട്ട് അതായത് നിങ്ങളുടെ വർക്ക് ലൈഫിൽ, ജോലിയിൽ നിങ്ങൾക്ക് എതിരായിട്ട് ചില വ്യക്തികൾ നിങ്ങളുടെ പുറകിൽ നിന്ന് പ്രവർത്തിക്കുന്നുണ്ടാവും, നിങ്ങളെ മുന്നേറാൻ സഹായിക്കുന്നുണ്ടാവില്ല. ചിലപ്പോൾ നിങ്ങളുടെ കൊളീഗ്സ് ആയിരിക്കും, മറ്റാരെങ്കിലും ആയിരിക്കും. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങളെ സപ്പോർട്ട് അല്ലെങ്കിൽ ആ ഒരു പ്രപഞ്ചശക്തി നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത്, അതായത് ഈ വ്യക്തി കുറച്ചധികം നാളുകളായിട്ട് നിങ്ങളെ ദ്രോഹിക്കുന്നതാവാം. ആ ഒരു സിറ്റുവേഷനിലും ചിലപ്പോൾ ഇതുവരെ നിങ്ങളുടെ ബോസ് നിങ്ങൾ പറയുന്നത് വിശ്വസിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ മറ്റുള്ളവർ വിശ്വസിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ഇപ്പോൾ അവർ നേരിട്ട് കാണുന്ന സിറ്റുവേഷൻ വരുന്നുണ്ട്. അപ്പോൾ സത്യം എല്ലാവരും അറിയുന്ന ഹിഡൻ ട്രൂത്ത് പുറത്ത് വരികയാണ്. ഇതുവരെ ഒളിഞ്ഞിരുന്ന സത്യങ്ങളൊക്കെ പുറത്തു വരുന്നു. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാണ്, ജോലി സംബന്ധമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പല കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് വളരെ സർപ്രൈസിങ് ആയിട്ടുള്ള കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. നിങ്ങൾ ഇനി അങ്ങോട്ടേക്ക് റിലാക്സ്ഡ് ആയിട്ട് ഫീൽ ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷനാണ്. ഒരു ജോലി സംബന്ധമായിട്ട് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പ്രൊഫഷണൽ ലൈഫിൽ സംഭവിക്കുന്ന സമയമാണ്. ഫിനാൻസും ജോലിയും സംബന്ധിച്ച് ഫിനാൻസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയുകയാണെങ്കിൽ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം 2 ഓഫ് സോർഡ്സ് ആൻഡ് ജഡ്ജ്മെൻറ്റ് എനർജിയാണ്. ഇതുവരെ നിങ്ങൾ എങ്ങോട്ടേക്കാണ് മുന്നേറേണ്ടത്, അതായത് എവിടെയോ സ്റ്റക്കായിരിക്കുന്നു, സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ ഉണ്ട്. അതിലൊരു വളരെ പ്രധാനപ്പെട്ട
ഒത്തിരി പ്രധാനപ്പെട്ട ഒരു തീരുമാനം ആകുന്ന സമയമാണ്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ലോൺ കാര്യങ്ങളുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ പൈസ എവിടെയെങ്കിലും സ്റ്റക്കായിരിക്കാം, ഫണ്ട് എവിടെയെങ്കിലും സ്റ്റക്കായിട്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ ഈ സ്റ്റക്കായിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്താണ്, അതിൽ നിന്ന് ഒരു നീക്കുപോക്ക് ഉണ്ടാകുന്നുണ്ട്, അതിലൊരു പ്രധാനപ്പെട്ട തീരുമാനം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ തീരെ അപ്രതീക്ഷിതമായിട്ട്, നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാതെ സർപ്രൈസിങ് ആയിട്ട് ഈ 7 ഡേയ്സിൽ അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട്, ഫണ്ടിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് വളരെ നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത ഒരു പക്ഷെ ഒരു വിധി വരുന്ന സമയമുണ്ട് ചില ആളുകൾക്ക്. ഇപ്പോൾ നിങ്ങൾ കേസ് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്, ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കേസ് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ധനം മറ്റുള്ള ആരുടെ കയ്യിൽ പെട്ടുപോയി, അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് കേസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ വിധി വരുന്ന സമയമാണ്. നിങ്ങളുടെ ഫേവറിലാവും, അതിൻ്റെ സന്തോഷമുണ്ട്. അതേപോലെ ക്യൂൻ ഓഫ് വോൺസ് ആൻഡ് ടെമ്പറൻസ് എനർജിയാണ്. അപ്പോൾ വളരെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ദിവസങ്ങളാണ്. മുന്നോട്ടേക്ക് കുറച്ചധികം നാളുകളായിട്ട് ഒന്നും നടക്കുന്നില്ല എങ്കിൽ പല കാര്യങ്ങളും നടക്കുന്നു എന്നുള്ളതാണ്. ഒരു ജോലിയിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പ്യൂരിഫിക്കേഷൻ, ഒരു ക്ലെൻസിങ് ആണ്. നിങ്ങളുടെ ചുറ്റുമുള്ള നെഗറ്റീവ് എനർജീസ് എന്നൊക്കെ നിങ്ങൾ ക്ലെൻസ് ചെയ്യാണ്. നിങ്ങൾ ഇതുവരെ ഒത്തിരി നെഗറ്റീവ് ബേർഡൻ, അതായത് നിങ്ങൾ ഒത്തിരി ഭാരം ചുമക്കുന്ന ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്ത് കടക്കുന്ന ഒരു സമയമാണ്. അതേപോലെ തന്നെ പൈൽ നമ്പർ 2 നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ വളരെ ഇൻസെക്യൂർ ആയിട്ട് നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടാവും ബന്ധങ്ങളിൽ, ചില റിലേഷൻഷിപ്പിൽ. കാരണം ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആവാം. ആ ഒരു വ്യക്തി, നിങ്ങൾ ചിലപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡോ വൈഫോ കൂടാതെ എക്സ്ട്രാ മാരിറ്റൽ ആയിട്ടുള്ള അഫയേഴ്സ് കാര്യങ്ങൾ തന്നെ ആയിരിക്കണം എന്നില്ല, ചില ആളുകൾക്ക് അതുമാവാം. അതല്ലാതെ നിങ്ങളുടെ ഹസ്ബൻഡ് വൈഫിൻ്റെ ഇടയിൽ തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഹസ്ബൻഡോ വൈഫിൻ്റെയോ പാരൻസ് ആവാം, നിങ്ങളുടെ ഇൻലോസും, അവരുടെ അമിതമായിട്ടുള്ള ഇടപെടൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ കാര്യത്തിലും അവരുടേതായിട്ടുള്ള തീരുമാനങ്ങളായിരിക്കും, നിങ്ങൾക്ക് പകരം അവരായിരിക്കും തീരുമാനങ്ങൾ എടുക്കുന്നത്. അത് നിങ്ങൾക്ക് ഒരു ഭാരമായിട്ട്, ഒരു ബേർഡനായിട്ട് ഫീൽ ചെയ്യിക്കുന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ സർപാസ് ചെയ്ത് നിങ്ങൾ മുന്നോട്ടേക്ക് പോവുകയാണ്. അതിനെയൊക്കെ ഓവർകം ചെയ്തിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോവുകയാണ്. നിങ്ങളുടെ ഇപ്പോൾ ഇൻലോസിൻ്റെ ഇടപെടലുണ്ടെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡിനോ വൈഫിനോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി നിങ്ങൾ ഒരേ ലെവലിൽ, അതായത് നിങ്ങളൊരു നല്ലൊരു സമചിത്തതയോടും മെച്യൂരിറ്റിയോടും കൂടിയിട്ട് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലായി ഹസ്ബൻഡും വൈഫും ഒരേ ലെവലിൽ നിൽക്കുന്ന സിറ്റുവേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒത്തിരി സന്തോഷമുള്ള സമയമാണത്. നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാതെ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡോ വൈഫോ കണക്കിലെടുക്കുന്നു അല്ലെങ്കിൽ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് ഒത്തിരി പോസിറ്റിവിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ബോഡി, മൈൻഡ്, സോൾ എല്ലാം ഒരു പോസിറ്റീവ് ഫീൽ ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ്. അതേപോലെ തന്നെ കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് ജഡ്ജ്മെൻറ്റ് എനർജിയാണ്. ഒത്തിരി നാളുകളായിട്ട് ഭയങ്കരമായിട്ട് വർക്കഹോളിക് ആയിട്ടുള്ള, അല്ലെങ്കിൽ അമിതമായിട്ട് പണിയെടുക്കുന്ന സിറ്റുവേഷനാണ്. ഒന്നിരിക്കാൻ സമയമില്ല എന്നുള്ളവരെ സംബന്ധിച്ചിടത്തോളം ആ സിറ്റുവേഷൻ മാറ്റം ഉണ്ടാകുന്നുണ്ട്. പലരും മാനിഫെസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു റിലാക്സ്ഡ് ടൈമാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ റിലാക്സേഷൻ, അപ്പോൾ ജോലി കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അമിതമായിട്ടുള്ള ഒരു ഓവർ വർക്ക് ലോഡ് കാര്യങ്ങളൊന്നും ഇല്ല. ഒന്ന് റിലാക്സ് ചെയ്യാൻ, അത് എല്ലാ മനുഷ്യർക്കും ആഗ്രഹിക്കുന്ന പോലെ ശനി ഞായറുള്ള ദിവസങ്ങളിലും പണിയെടുക്കുക, അല്ലെങ്കിൽ രാത്രി പണിയെടുക്കുക, ഇതൊന്നും ഇല്ലാതെ ഒന്ന് റിലാക്സ് ചെയ്ത് പറ്റുന്ന ഒരു സമയം ഈ ഒരു വരുന്ന 7 ഡേയ്സിലുണ്ട്. അത് 7 ഡേയ്സിൽ മാത്രമല്ല, മുന്നോട്ടേക്ക് പോകുമ്പോൾ നല്ല രീതിയിൽ അത് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ മുന്നോട്ടേക്ക് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ദിവസം, വർക്കില്ലാത്ത ദിവസം നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ സോഷ്യൽ ആയിട്ടുള്ള ലൈഫിൽ വേണ്ടി മാത്രം എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുപോകാൻ നിങ്ങളെ കൊണ്ട് പറ്റും എന്നുള്ളതാണ്. യു ഹാവ് സോ മച്ച് ഫ്രീഡം. നിങ്ങൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങളുടെ ലൈഫ് ജോലി ഇല്ലാത്ത സമയത്ത് എന്തിനു വേണ്ടി ചിലവഴിക്കണം എന്നുള്ളത് അത് നിങ്ങൾ മനസ്സിലാക്കുന്ന സിറ്റുവേഷനാണ്. നിങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ തുറന്ന് എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. കാരണം ഇവിടെ മറ്റൊരു കാര്യം പറയാനുള്ള, ചിലപ്പോൾ ഫാമിലി ലൈഫ് അത്ര സുഖമില്ലാത്തവർ ഷിഫ്റ്റ് എടുക്കുന്നവരാണെങ്കിൽ 2 ഷിഫ്റ്റൊക്കെ അടുപ്പിച്ചെടുക്കുന്നുണ്ടാവും. കാരണം വീട്ടിലേക്ക് വരണ്ട എന്നുള്ളൊരു ചിന്തയിലുള്ളവർ, അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഫാമിലി ലൈഫ് നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഇൻലോസും ഹസ്ബൻഡോ വൈഫോ തമ്മിലുള്ള പ്രശ്നങ്ങളായിരിക്കാം, അവർ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളായിരിക്കാം. പലപ്പോഴും പാരൻസ് എന്ന് പറയുന്ന അവരോടുള്ളൊരു ബഹുമാനം കൊണ്ട് ടോക്സിക് ആയിട്ടുള്ള പല ബന്ധങ്ങളും സഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അതങ്ങനെയല്ല വേണ്ടത്. അതങ്ങനെയല്ല വേണ്ടത് എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന സിറ്റുവേഷനാണ്. അപ്പോൾ അത് ഒത്തിരി
അതായത് ടോക്സിക് പാരൻറ്റിങ് സഹിക്കേണ്ട ആവശ്യമില്ല, അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുകയാണ്. ചിലപ്പോൾ അത് നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെയോ വൈഫിൻ്റെയോ പാരൻസ് ആയിരിക്കാം. അപ്പോൾ അവരോട് അതിങ്ങനെ തുറന്ന് സംസാരിക്കും. അത് അഥവാ പറയുകയാണെങ്കിൽ അത് അവരെ കുറ്റം പറയുന്ന പോലെ ആകുമോ എന്നുള്ളൊക്കെ സംശയങ്ങളൊക്കെ മാറി കിട്ടും. നിങ്ങളത് തുറന്ന് സംസാരിക്കുമ്പോൾ വളരെ അത് മെച്യൂരിറ്റിയോട് കൂടിയിട്ട് വളരെ ഒരു പക്വതയോട് കൂടിയിട്ട് നിങ്ങളുടെ ജീവിത പങ്കാളി അത് ഏറ്റെടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് വളരെ സർപ്രൈസിങ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആയിട്ട് കാണുന്നുണ്ട്. മാനിഫെസ്റ്റേഷൻ വരുന്നുണ്ട്. ചില ആളുകളെ സംബന്ധിച്ച് മാനിഫെസ്റ്റ് ചെയ്യുന്നത് പീസ് ഓഫ് മൈൻഡാണ്, സമാധാനം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളെ സംബന്ധിച്ച് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ബിഗ് താങ്ക് യു. നമുക്ക് പൈൽ നമ്പർ 3 കടക്കാം. ഓക്കെ, പൈൽ നമ്പർ 3. സോ നൗ ആണ് ചൂസ് ചെയ്തിട്ടുള്ളത് എങ്കിൽ നിങ്ങളുടെ മെസ്സേജസ് എന്താണെന്ന് നോക്കാം. പൈൽ നമ്പർ 3. സോ പൈൽ നമ്പർ 3 ഈ വരുന്ന 7 ഡേയ്സിൽ നിങ്ങളുടെ ലൈഫിലേക്ക് എത്തുന്ന സർപ്രൈസസ് എന്താണ്? പൈൽ നമ്പർ 3 ഈ വരുന്ന 7 ഡേയ്സ് നിങ്ങളുടെ ലൈഫിലേക്ക് എത്തുന്ന സർപ്രൈസസ്. പൈൽ നമ്പർ 3. Seven of Cups, Moon card, King of Swords, Tower, 3 of Cups and Ace of Cups. പൈൽ നമ്പർ 3 നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഷിഫ്റ്റാണ് സൂചിപ്പിക്കുക. അതായത് 7 of Cups and 3 of Cups എനർജിയാണ്. നിങ്ങൾ ഇതുവരെ മറ്റൊരു ലോകത്തിലായിരുന്നു, നിങ്ങൾ നിങ്ങളുടെ ഒരു വേൾഡിലായിരുന്നു. നിങ്ങൾക്ക് പല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ലോകത്തിൽ, മറ്റുള്ളവരെല്ലാം എന്താ പറയുക, തെക്കോട്ട് പോകുമ്പോൾ നിങ്ങൾ വടക്കോട്ട് പോകുന്നു എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ. നിങ്ങളൊരു നാച്ചുറൽ ഓൾകെമിസ്റ്റ് എനർജിയാണ് നിങ്ങൾ സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇവിടെ ഈ ഒരു എനർജി നിങ്ങളുടെ പ്രൊഫഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി സംബന്ധമായിട്ട് നിങ്ങൾ സാമ്പത്തികമായിട്ട് മുന്നിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരു മജീഷ്യൻ എനർജി അല്ലെങ്കിൽ ഓൾകെമിസ്റ്റ് എനർജി നിങ്ങളെ സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ ഒരു പവർ ടു ക്രിയേറ്റ് ഗോൾഡ് ഫ്രം നത്തിങ്, നമ്മൾ പറയുമല്ലോ, ഒന്നുമല്ലായ്മയിൽ നിന്ന് എല്ലാം സൃഷ്ടിക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ട്. ഒന്നുമല്ലായ്മയിൽ നിന്ന് സ്വർണം സൃഷ്ടിക്കാനുള്ള ഒരു കഴിവ് എന്ന് പറയുമ്പോൾ ഒരു മജീഷ്യൻ എനർജി കണക്ഷൻസ് അവിടെ വരുന്നത്. അതായത് നിങ്ങളുടെ പെർസ്പെക്റ്റീവ്, നിങ്ങളുടെ ചിന്താഗതി ഒന്ന് മാറ്റിയാൽ തന്നെ നിങ്ങളുടെ ജീവിതം മൊത്തത്തിൽ മാറ്റിമറിക്കാൻ നിങ്ങൾക്ക് കഴിയും. പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങളാണ് കൂടുതലായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതായത് ഈ വരുന്ന 7 ഡേയ്സിൽ തന്നെ നിങ്ങളുടെ പെർസ്പെക്റ്റീവ് മാറ്റുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ ചിന്താഗതി, അതായത് ചിന്താഗതിയിൽ ഇപ്പോൾ നിങ്ങളുടെ ഒരു പൊതുവേ ഒരു സാധാരണ കുടുംബത്തിൽ വളർന്നു വന്നിട്ടുള്ള ആളുകൾ, വലിയ ഹൈ ഡ്രീംസ് ഒക്കെ ഉള്ളവർക്ക് പൊതുവേ സപ്പോർട്ട് കിട്ടുന്നത് കുറവാണ്. സപ്പോർട്ട് ചെയ്യുന്നവരും ഉണ്ട്, പക്ഷെ സപ്പോർട്ട് കിട്ടുന്നത് കുറവാണ്. കാരണം അവിടെ എന്താണ്, ഇതൊക്കെ നമ്മളെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടില്ല, നമുക്ക് ഇതൊക്കെ പറ്റൂ, അങ്ങനെയുള്ള രീതിയായിരിക്കും പലരും കേട്ടിട്ടുണ്ടാവുക. അപ്പോൾ ആ ഒരു ചിന്തയിൽ നിന്ന് മാറി ചിന്തിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നത്. വലിയ വലിയ സ്വപ്നങ്ങളുണ്ട് ആളുകൾ. ആ സ്വപ്നങ്ങളെക്കുറിച്ച് പറയുന്ന കുറഞ്ഞ പക്ഷം തുടക്കത്തിലെങ്കിലും എല്ലാവരും ആ ഒരു വ്യക്തി മടയൻ, ഫൂൾ എന്നുള്ള രീതിയിലാണ് പറയാം. ഫൂൾ എന്ന് പറഞ്ഞാൽ സ്വയമുള്ള വിശ്വാസം ആ വ്യക്തിക്കുണ്ട്, പക്ഷെ മറ്റുള്ളവരുടെ കണ്ണിലൊരു മണ്ടനും മണ്ടിയാണ്. കാരണം അവർക്ക് ആ ഒരു രീതി ചിന്തിക്കാൻ പറ്റില്ല. ഔട്ട് ഓഫ് ദി ബോക്സ് ചിന്തിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നു, നിങ്ങൾക്ക് വലിയ വലിയ ഐഡിയാസ് ഉണ്ട്, പക്ഷേ കേൾക്കുന്നവർക്ക് അത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. പക്ഷേ ഈ വരുന്ന 7 ഡേയ്സ് ഒരു മാനിഫെസ്റ്റിംഗ് ടൈമാണ്. നിങ്ങൾക്ക് ആ ഒരു ടൈം പീരീഡ് നിങ്ങൾ ഈ ചിന്തിച്ചു കൂട്ടിയ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ, നിങ്ങളുടെ ഡ്രീംസ് മാനിഫെസ്റ്റ് ചെയ്യുന്ന സമയമാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ബ്യൂട്ടിഫുൾ മൊമെൻറ്റ്സ് ആണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക, അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്യാം. മറ്റുള്ളവരെ പറയുന്നത് കേട്ടിട്ട് നിന്ന് കഴിഞ്ഞാൽ ഈ പറയുന്ന സിറ്റുവേഷനിലേക്ക് എത്തില്ല. അതായത് സിറ്റുവേഷൻ ഓഫ് സെലിബ്രേഷൻ, സിറ്റുവേഷൻ ഓഫ് മാനിഫെസ്റ്റ് ചെയ്യാണ് നിങ്ങൾ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിച്ച ലെവലിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്നവരാണെങ്കിൽ 7 ദിവസം, ഈ വരുന്ന 7 ദിവസം നിങ്ങളിത് എപ്പോഴാണ് കേൾക്കുന്നത് അന്ന് നിന്ന് മുതലോ നെക്സ്റ്റ് ഡേ മുതലോ 7 ഡേയ്സ് എന്തെങ്കിലും മാനിഫെസ്റ്റേഷൻ, ലോ ഓഫ് അട്രാക്ഷൻ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. 7 ഡേയ്സ് കണ്ടിന്യൂസ്ലി ഉള്ളത്. അത് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ പലതും നേടാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. അത് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നേടിക്കഴിഞ്ഞാൽ മാനിഫെസ്റ്റേഷൻ നിർത്തരുത്, അത് 7 ഡേയ്സ് കണ്ടിന്യൂ ചെയ്യുക. അതെടുത്ത് പറയുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള മാനിഫെസ്റ്റേഷൻ വേണമെങ്കിലും ചെയ്യാം. നമ്മുടെ ചാനലിൽ ഒത്തിരി മാനിഫെസ്റ്റേഷൻസും ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അത് ട്രൈ ചെയ്യാവുന്നതാണ്.
അപ്പോൾ അതേപോലെ സിജിൽ പ്രാക്ടീസ് ചെയ്യാം. സിജിൽ സിമ്പിൾസ് വെച്ചിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഒന്ന്, അതേപോലെ മൂൺ കാർഡ് ആൻഡ് ടവർ മൊമെൻ്റ് ആണ് ഈ ഒരു എനർജി. ഇത് വളരെ സർപ്രൈസിങ് ആയിട്ടുള്ള എനർജിയാണ്. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടാവുന്നുണ്ടാവില്ല, അതായത് എങ്ങനെയാണ് മുന്നോട്ടേക്ക് പോകേണ്ടത്, എന്താണ് എവിടെയാണ് മാറ്റം വരുത്തേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഇവിടെ ചില കാര്യങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും പുതിയൊരു തുടക്കമാണ് ഈ ഒരു എനർജി ഓഫ് നൗത്തിസ് എന്ന് പറയുന്നത്. സമയം അധികം നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ ഇല്ല, നിങ്ങൾക്ക് മാറ്റം വരുത്തേണ്ടുന്ന സമയമാണ്. വീണ്ടും റീബിൽഡ് എനിത്തിങ്, റീബിൽഡ് യുവർ കരിയർ, റീബിൽഡ് യുവർ ലൈഫ്, റീബിൽഡ് യുവർ റിലേഷൻഷിപ്പ്, വീണ്ടും കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളൊരു സാമ്പത്തികമായിട്ടുള്ള കാര്യത്തിലാണെങ്കിൽ വീണ്ടും സാമ്പത്തികമായിട്ടുള്ള അടിത്തറയിട്ട് കെട്ടിപ്പടുക്കാനുള്ള അവസരം, അല്ലെങ്കിൽ ജോലിയിലുള്ള മാറ്റം, റിലേഷൻഷിപ്പിലൊക്കെ മാറ്റം ഒക്കെ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക കൂടി ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഒരു ക്ലാരിറ്റി ഇല്ലായ്മയാണ് നിങ്ങൾക്ക് എങ്കിൽ ഇവിടെ ഒരു ഫേസ് ഓഫ് എന്താ പറയുക, ഒരു ഇൻഡ്യൂഷൻ നിങ്ങളിലേക്ക് വരുന്ന സമയമാണ്. ആ ഒരു ഇൻഡ്യൂഷൻ നിങ്ങൾ ജീവിതത്തിൻ്റെ പ്രത്യേക ഘട്ടത്തിൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ ഇതൊരു കംപ്ലീഷൻ ഫേസ് ആണ് എന്ന് നമുക്ക് ചിലപ്പോൾ തോന്നിയേക്കാം. അപ്പോൾ അതൊരു കംപ്ലീഷൻ ഫേസ് ആയിരിക്കും. അപ്പോൾ അതായത് നിങ്ങൾ പുതിയൊരു ജീവിതത്തിലേക്ക് ചുവട് വയ്ക്കുകയാണ് നെക്സ്റ്റ് ഡേ മുതൽ. അതൊരു സർപ്രൈസാണ്, നിങ്ങളിലേക്ക് എത്തുന്ന ഒരു കാര്യമാണത്. ചില ആളുകളെ സംബന്ധിച്ചൊരു കാര്യം കംപ്ലീറ്റ് ചെയ്യാണ്, പൂർണ്ണമാക്കുന്നു. അപ്പോൾ പുതിയൊരു തുടക്കമാണ്. അപ്പോൾ ചില ആളുകളത് പൂർണ്ണമായിട്ട് അത് പൂർണ്ണമാക്കുന്നു എന്നുള്ളതല്ല, വീണ്ടും സൃഷ്ടിക്കുക, അത് ചെയ്ത് പൂർത്തിയാക്കിയ ചില കാര്യങ്ങൾ റീബിൽഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊരു നെഗറ്റീവായിട്ട് എടുക്കാതെ റീബിൽഡ് ചെയ്യുമ്പോൾ വീണ്ടും അടിത്തറ വളരെയധികം നല്ല രീതിയിലേക്ക്, അതായത് റീബിൽഡ് ചെയ്യുമ്പോൾ അടിത്തറ ഇതിനു മുമ്പ് നിങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ച കാര്യങ്ങൾ വീണ്ടും ആ ഒരു സോളിഡ് ഫൗണ്ടേഷനോട് കൂടിയിട്ട് മുന്നോട്ടേക്ക് പോകാം. ഫീലിങ്സ് വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഫീലിംഗ് ആണ്. കിങ് ഓഫ് സോഡ്സ് ആൻഡ് 3 ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് ആണ് ഇത് സൂചിപ്പിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളിലും മറ്റുള്ളവർ നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്, നിങ്ങൾ അറിയുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങളുടെ ജോലിയിലായിരിക്കാം, ചിലപ്പോൾ വേറെ എവിടെയെങ്കിലും ആയിരിക്കാം, ആളുകൾ നിങ്ങളെ ശ്രദ്ധിക്കുന്നു. ഇതിവിടെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏതൊരു വ്യക്തി നിങ്ങളെ സ്റ്റോക്ക് ചെയ്യുന്നു എന്നുള്ള രീതി വേണമെങ്കിൽ പറയാം. കാരണം നിങ്ങളെ കുറച്ച് നാളായിട്ട് നിങ്ങളെ പിന്തുടരുന്നുണ്ടാവാം. ആ ഒരു വ്യക്തി പ്രണയമായിരിക്കാം, പ്രപ്പോസലായിരിക്കാം. ഈ 7 ഡേയ്സിൽ ആ വ്യക്തി നിങ്ങളെ പ്രപ്പോസ് ചെയ്യാനുള്ള ചാൻസസ് ആവാം ഇത് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ മേലധികാരികൾ നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടാവും. അവരതിനനുസരിച്ചിട്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിലേക്ക് കൂടുതൽ കാര്യങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. അവർ പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളെ ഏൽപ്പിക്കുന്നുണ്ടാവും. പുതിയ പുതിയ പ്രൊജക്ട്സ് നിങ്ങളിലേക്ക് തരുന്നു എന്നുള്ളതാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നല്ല റെക്കഗ്നിഷൻ കിട്ടുന്ന സമയമാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്. വിദ്യാഭ്യാസ യൂണിവേഴ്സിറ്റീസിൽ, കോളേജസിലൊക്കെ നിങ്ങളായിരിക്കും താരം എന്നുള്ളൊരു സിറ്റുവേഷൻ വരാം. നിങ്ങൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ വളരെ പ്രശംസ അർഹിക്കുന്ന രീതിയിലേക്ക് പോകുന്നുണ്ട്. അതേപോലെ തന്നെ ചില കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾ പേരെടുക്കുന്നുണ്ട്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരാൽ അറിയപ്പെടുന്ന സിറ്റുവേഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ 7 ഡേയ്സിൽ നിങ്ങളുടെ പേരിൽ എന്തൊക്കെയോ പാർട്ടീസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അല്ലെങ്കിൽ പ്രശംസാ പത്രമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അവാർഡ്സ് പോലുള്ള കാര്യങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ മൂൺ ഓഫ് കാർഡ്സ് ആൻഡ് ഏസ് ഓഫ് കപ്സ് എനർജിയാണ്. അപ്പോൾ ഈ ഒരു എനർജി ഓഫ് സിമ്പിൾ ഓഫ് ഗുഡ് ലക്കാണ് ഇവിടെ. ഇപ്പോൾ ഇടയ്ക്ക് നിങ്ങളെ റാൻഡമായിട്ട് നമ്മൾ ബ്ലാക്ക് കാറ്റ് കാണുന്ന പറയും, കറുത്ത പൂച്ച. നമ്മുടെ അവിടെ കറുത്ത പൂച്ച കൂടുകയും ചാടുന്നത് നെഗറ്റീവായിട്ടാണ്. പക്ഷെ നമ്മളിപ്പോൾ ഈജിപ്ഷ്യൻ ഇതിലെ മിത്തോളജി പറയുകയാണെങ്കിൽ ഉദാഹരണം ബ്ലാക്ക് കാറ്റ് ലക്കാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പൂച്ച കുറുകെ ചാടുന്നതിനെ കുറിച്ചിട്ടല്ല പറഞ്ഞത്. നിങ്ങൾ പൂച്ച ആ ഒരു പിക്ചേഴ്സ്, അങ്ങനെയുള്ള പിക്ചേഴ്സ് കാണുന്നുണ്ട് എങ്കിൽ ഈ ഒരു സിമ്പിളാണ് നിങ്ങളിലേക്ക്. നിങ്ങൾക്ക് ആ ഗുഡ് ലക്ക് നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ഈ വരുന്ന 7 ഡേയ്സിൽ നിങ്ങൾ ആ ഒരു കറുത്ത പൂച്ച, പ്രത്യേകിച്ച് ആ ഒരു ഈജിപ്ഷ്യൻ ആ ഒരു ടൈപ്പ് ഓഫ് കാറ്റിൻ്റെ ആ ഒരു പ്രതിമയോ ചിത്രമോ എന്തെങ്കിലും കാണുന്നു എങ്കിൽ ഇറ്റ് ഈസ് നിങ്ങളിലേക്ക് ആ ഒരു പ്രപഞ്ചശക്തി എത്തിക്കുന്ന സന്ദേശമാണത്. അതായത് യു ആർ ഗെറ്റിംഗ് ലക്കി, അല്ലെങ്കിൽ ഗുഡ് ലക്ക് നിങ്ങളെ തേടി വരുന്നു എന്നുള്ളതാണ്. ഗുഡ് ലക്ക് ചാം നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളൊരു സിറ്റുവേഷൻ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണിത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഷൈൻ ചെയ്യാൻ പറ്റുന്ന അവസരമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതായത് ഇവിടെ 7 ഓഫ് കപ്സ് എനർജി ആൻഡ് 3 ഓഫ് കപ്സ് എനർജിയാണ്. നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ ഷൈൻ ചെയ്യുന്നു. 4 ആളുടെ മുമ്പിൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെ എല്ലാവരും കേൾക്കാൻ ഇഷ്ടപ്പെടുന്നു. നിങ്ങൾ ചില ആളുകൾക്ക് ഇൻസ്പിറേഷനായി മാറുന്നു, മോട്ടിവേഷനായിട്ട് മാറുന്നു. നിങ്ങൾ ചെയ്ത ചില പ്രവൃത്തികൾ ആളുകൾ എടുത്ത് പറയും, ഇന്ന രീതിയിൽ ഇന്ന കാര്യങ്ങൾ ചെയ്തു ഈ ഒരു വ്യക്തി എന്നുള്ളത്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ
കിങ് ഓഫ് കപ്സ് എനർജിയാണ്. അതേപോലെ ടവർ മൂമെൻറ്റ് ബ്രേവറിയുമായിട്ട്, അതായത് മറ്റൊരാളെ മരണത്തിൽ നിന്ന് രക്ഷിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ വളരെ വലിയ അപകടത്തിൽ നിന്ന് രക്ഷിക്കാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് വരുന്ന സാഹചര്യമാണ്. അപ്പോൾ ഈ വരുന്ന 7 ഡേയ്സിനുള്ളിൽ ആരെയോ നിങ്ങൾ വളരെ അപകടകരമായിട്ടുള്ള സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾ രക്ഷിക്കുന്ന സിറ്റുവേഷനുണ്ട്. അപ്പോൾ അത് വളരെയധികം ഒരു ബ്രേവറി എന്നുള്ള രീതിയിലാണ്. ഇതൊരു പക്ഷേ വലിയൊരു ലെവലിലേക്കും പോകാം. അത്രയും വലിയ ലെവലിലേക്ക് പോകുന്നില്ല എങ്കിൽ കൂടിയും നിങ്ങളുടെ ആ ഒരു ചുറ്റുപാടുള്ള സമൂഹത്തിൽ നിങ്ങൾക്ക് നല്ലൊരു പേര് അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ ഒരു വലിയ മാതൃകയായിട്ട് കാണാനും ഒക്കെയുള്ളൊരു സിറ്റുവേഷൻ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ വളരെ ഫാസ്റ്റ് എനർജി ആയിരിക്കും ഈ ഒരു 7 ഡേയ്സ് ടൈമിൽ. അപ്പോൾ പല പുതിയ കാര്യങ്ങളൊക്കെ തുടങ്ങി വെക്കുന്ന ഒരു സമയം കൂടിയിട്ടാണ് എന്നുള്ളതും സൂചിപ്പിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.